So I really heartily welcome all of you. This BPAG 172. Okay, BPAG 172. And today we are going to take block 3. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് മീഡിയ, അതിൻ്റെ റോള്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരിതാണ്. ഗൗരവമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമാണത്. അതിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സോ ഗവേണൻസ് എമർജിങ് പെർസ്പെക്റ്റീവിൽ മീഡിയ വാട്ട് റോൾ ദേ ടു പ്ലേ, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അതായത് മീഡിയ ഫോർത്ത്, അതായത് നിങ്ങൾക്കറിയാലോ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അത് കഴിഞ്ഞാൽ ഫോർത്ത് പില്ലറാണ്. മനസ്സിലായില്ലേ? വളരെ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിലെ മീഡിയ. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ഏതെല്ലാം വിധത്തിലുള്ള നമ്മുടെ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ഓർ വാട്ട് ഓർ ഇതർ, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 9 റോൾ ഓഫ് മീഡിയ. ഇതിൽ ശ്രദ്ധാപൂർവം ഇത് കേൾക്കണം കേട്ടോ. ഈ 2 യൂണിറ്റാണ് ഒറ്റ മണിക്കൂറിൽ കവർ ചെയ്യുന്നത്. ഇത് മാസ് കമ്മ്യൂണിക്കേഷനിൽ പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല നിങ്ങൾ ബുക്ക് ശരിക്കും വായിക്കണം. മികന്നിൻ്റെ ജസ്റ്റ് അല്ലെങ്കിൽ കാരണം ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് കവർ ചെയ്യൂ. യു ടു റീഡ് ടെക്സ്റ്റ്, അതർവൈസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ കൺസെപ്റ്റ് ഓഫ് ദിസ്. ഓക്കെ, സോ റോൾ ഓഫ് മീഡിയ, മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ടൈപ്പ് ഓഫ് മീഡിയയെ പറ്റിയിട്ടാണ് പറയുന്നത്. മീഡിയ ആൻഡ് ഗവേണൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മീഡിയ ആൻഡ് ഡെമോക്രസിയെ പറ്റിയിട്ടാണ് പറയുന്നത്. മീഡിയ ആൻഡ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, അതിനെപ്പറ്റി പറയുന്നുണ്ട്. മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയനെ പറ്റി പറയുന്നുണ്ട്. മീഡിയ ആൻഡ് ചേഞ്ച്, എന്താണ് മാറ്റങ്ങൾ വരേണ്ടത്. പിന്നെ മീഡിയ ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതും പറയാം വിശദീകരിച്ച്. മീഡിയ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, അതും പറയാം. മീഡിയ ആൻഡ് റൂൾ ഓഫ് ലോ, യെസ്, വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഓൾസോ. And what are the challenges being faced by the Indian media or international media, ഇതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതാണ് സബ് ഹെഡ് ഈ യൂണിറ്റിലെ 9, യൂണിറ്റ് 9 റോൾ ഓഫ് മീഡിയ, BPAG 172. ഓക്കെ, യെസ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് അല്പം സംസാരിക്കാം. ഇൻട്രഡക്ഷൻ. ഗവേണൻസ്, ഭരണം. അപ്പൊ നമ്മുടെ ഭരണത്തിലെ നമ്മുടെ മീഡിയ എന്ത് റോളാണ് പ്ലേ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. ഗവേണൻസ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ മാനർ ഇൻ വിച്ച് ഡിസിഷൻസ് ആർ ഇംപ്ലിമെന്റഡ്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ്സ്, അതായത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം ഒരു ഡിസിഷൻ, അതിനെ പറ്റിയിട്ടാണ്. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അതാണ് വേണ്ടത്. ഈ ഗവേണൻസിലെ ഏറ്റവും പ്രധാന ഘടകം പവർ കിട്ടിയ മാത്രം പോരാ, പവർ എങ്ങനെ എക്സസൈസ് ചെയ്യാന്നും കൂടി അറിയണം. മനസ്സിലായില്ലേ? അതായത് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അതേമാതിരി ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെയാണ് ഡൈനാമിസം, ഇതൊക്കെയാണ് വേണ്ടത്. എന്നാലാണ് എഫക്റ്റീവ് ഗവേണൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, DGP ആയിക്കോട്ടെ, IPS ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, IFS ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആരാണ് ചെയറിൽ ഇരിക്കുന്നത്, ആ ചെയറിന്റെ യോഗ്യത അവർ കാണിക്കണം. മനസ്സിലായില്ലേ? ഡിസിഷൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് ഹാനികരമായി പരിണമിക്കും. അപ്പോൾ ഡിസിഷൻ ചില സമയത്ത് പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഡിസിഷൻ, അതിനുള്ള എബിലിറ്റിയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വേണ്ടത്. അതാണ് എഫക്റ്റീവ് ഗവേണൻസ്. It describes how various public institutions conduct public affairs and manage public resources. So, it is not limited to the 3 branches. എന്താണ് 3 ബ്രാഞ്ച് ഗവൺമെന്റിന്റെ? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. നമ്മുടെ ഗവൺമെന്റിന്റെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റിന്റെ നമുക്ക് എടുക്കാം. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ ആൻഡ് ജുഡീഷ്യറി, അതാണ് 3 ബ്രാഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബട്ട് ഇറ്റ് നീഡ്സ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫ്രം മാർക്കറ്റ്, സിവിൽ സൊസൈറ്റി, മീഡിയ ആൻഡ് നോൺ ഗവൺമെന്റ് NGOs ആൻഡ് മാസസ് ആസ് വെൽ. പബ്ലിക്കിന്റെ എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കെല്ലാം പ്രവർത്തിക്കാൻ പറ്റൂ. എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, ആൻഡ് ജുഡീഷ്യറി ആയിക്കോട്ടെ. പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക?
കണ്ടോളൂ, മറ്റുള്ള ഓരോ രാജ്യങ്ങളിലത്തെ സ്ഥിതി നോക്കിക്കോളൂ. അപ്പം അറിയാം അത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഇവിടെ എത്തുന്നു. ഓക്കെ, സോ ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGOs ആൻഡ് മാസസ്, ജനറൽ പബ്ലിക്, അതിന് അവരുടെയൊക്കെ സഹകരണം വേണം. അല്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് നടപ്പിലാക്കേണ്ടതരാ. എങ്ങനെ നടപ്പിലാക്കേണ്ടത്? ജനങ്ങളല്ലേ അല്ലേ അത് അടിച്ചേൽപ്പിക്കുന്നത്. അവരെ അത് സഹകരിക്കണ്ടേ? സോ ഇൻ ടുഡേസ് നോളേജ് സൊസൈറ്റി വിത്ത് അൺപ്രീസിഡന്റഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, മീഡിയ പ്ലേസ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് റോളാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ. വളരെ വളരെ അപകടകരമായതും വളരെ ഉപയോഗപ്രദമായതും ആണ് നമ്മുടെ communication technology, information and communication technology. Yesterday, I was telling that there is a special ministry created for this information IT ministry. Okay, media plays a seminal role in ensuring good governance. In fact, media is considered as the fourth pillar. അതായത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി, അത് കഴിഞ്ഞിട്ടാണ് മീഡിയ. അപ്പൊ അത്ര പരമപ്രധാനമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എക്സിക്യൂട്ടീവ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ലെജിസ്ലേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ജുഡീഷ്യറി എങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു, അതേ പ്രകാരമായിരിക്കണം മീഡിയ. അങ്ങനെയാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബാക്കി ഞാൻ പറയില്ല. മീഡിയ ഹാസ് ടു പ്ലേ എൻ എഫക്റ്റീവ് റോൾ. അവരുടെ ജനങ്ങളുടെ ഗ്രീവൻസും അതെല്ലാം അവർ മനസ്സിലാക്കി ഇംപാർഷ്യൽ വേ മീഡിയ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? സോ ഇൻ ഫാക്ട് മീഡിയ ഈസ് കൺസിഡേർഡ് ഓക്കെ ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി. മനസ്സിലായില്ലേ? അപ്പൊ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി, അപ്പൊ അതിന്റെ അർത്ഥം പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ ആൻഡ് ജുഡീഷ്യറി, അത് കഴിഞ്ഞ് ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി പറഞ്ഞാൽ അത്ര പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എക്സിക്യൂട്ടീവിനെ മാതിരിയും ലെജിസ്ലേറ്ററെ മാതിരിയും ജുഡീഷ്യറെ മാതിരിയും നമ്മുടെ മീഡിയ പ്രവർത്തിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത് മീഡിയ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിന് ഇതൊന്നും ഞാൻ പറയട്ടെ. നമ്മുടെ മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ക്യാൻ റീച്ച് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഷോർട്ട് ടൈം, ഈവൻ ഇൻ ഉടനടി ഇൻഫർമേഷൻ. വളരെ അപകടമായ തെറ്റായ ഒരു വാർത്ത പോലും 1 മിനിറ്റ് കൊണ്ട് ലോകത്തെ ആകമാനം അത് പ്രചരിക്കും. അതുകൊണ്ട് അറ്റ്മോസ്റ്റ് കെയർ ഈസ് ടു ബി ടേക്കൺ ബൈ നമ്മൾ ഈ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. തെറ്റായ ഒരു കാര്യം വൈൽഡ് ഫയർ, കാട്ടുതീമാരി പടർന്ന് പ്രശ്നങ്ങളുണ്ടാവും സത്യാവസ്ഥ അറിയാതെ പ്രവർത്തിച്ചാൽ. ഓക്കെ, അടുത്ത് ഓഡിയോ മീഡിയ ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഇല്ലിറ്ററേറ്റ്. ഓഡിയോ അതായത് നോക്കിക്കോളൂ, ഇപ്പൊ നമ്മൾ TV ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ അല്ലേ? പക്ഷേ റേഡിയോ നോക്കൂ, പണ്ട് കാലത്ത് ഉപയോഗിച്ച റേഡിയോ ഇന്നും എഫക്റ്റീവ് ആണ്. കാരണം റേഡിയോ ഇന്നും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാരണം അതിൽ വരുന്നത് ഫുള്ളി എഡിറ്റഡ് ആണ്. ശരിയായിട്ടുള്ള വർത്തമാനങ്ങൾ അതിൽ വരൂ. കാരണം റേഡിയോയിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ ഡിനി ചെയ്യില്ല. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വളരെ നല്ല വിധത്തിലുള്ള പ്രസന്റേഷൻ ആണ് റേഡിയോയില്. അപ്പോൾ പക്ഷേ മറ്റേല് മൾട്ടിമീഡിയ അതിൽ അങ്ങനെയല്ല. അതിൽ ഇന്ന് പറഞ്ഞ് നാളെ തിരുത്തും, റേഡിയോയിൽ തിരുത്തില്ല. അപ്പോൾ അതിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ റേഡിയോയിലും മറ്റേതിലൊക്കെ ഒരു. ഓഡിയോ മീഡിയ ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഇല്ലിറ്ററേറ്റ് ആൾസോ അല്ലേ? അതായത് നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും നമ്മുടെ ഒരു എന്താ പറയണ്ടേ റേഡിയോയിലൊക്കെ നമ്മൾ കേട്ട് വളരെ ആസ്വദിക്കാമല്ലോ അല്ലേ? വിഷ്വലി ചാലഞ്ചഡ് അവർക്ക് കണ്ണു കാണാത്തവർക്കൊക്കെ എല്ലാം നമുക്ക് ചെയ്യും. പക്ഷെ നേരെ മറിച്ച് TV ഒക്കെ കാണിച്ച സമയത്ത് കണ്ണിന് വിഷ്വലി ഇത് ശരിയെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ പല മോഡേൺ ടെക്നിക്കൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. വിഷ്വൽ മീഡിയ ക്യാൻ ബി എഫക്റ്റീവ് ഇൻ എ മൾട്ടി ലിംഗ്വൽ സൊസൈറ്റി വിത്ത് ലിറ്ററസി. ഇപ്പോൾ ഇതിനൊക്കെ നമ്മുടെ ലിറ്ററസി അത്യാവശ്യമാണ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആണ് ഈ മീഡിയ. മനസ്സിലായോ? കോസ്റ്റ് എഫക്റ്റീവ് കാരണം പെട്ടെന്ന് ഇത് നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിരിക്കുക, അതിനൊരു സർക്കുലേഷൻ അപ്പോൾ ഒരു 5 ലക്ഷം 10 ലക്ഷം ഉണ്ടായിരിക്കുക. 10 ലക്ഷം ആൾ വായിക്കുന്നില്ലേ? അപ്പൊ യൂസർ ഫ്രണ്ട്ലി അല്ലേ? കോസ്റ്റ് എഫക്റ്റീവ് അല്ലേ? ഒരു നമുക്ക് ആരെങ്കിലും ജനനോ മരണോ എന്തെങ്കിലും പേപ്പർ ഇട്ട് വിചാരിക്കുക, അത് എല്ലാവരും വായിക്കുന്നില്ലേ? മനസ്സിലായില്ലേ? പക്ഷേ കോസ്റ്റ് ഒരു ഇതിന്റെ സൈസിന്റെ ടോട്ടൽ ഇതല്ലേ കോസ്റ്റ്.
പക്ഷെ എല്ലാവരും യൂസർ ഫ്രണ്ട്ലിയാണ്. നമ്മുടെ ഫ്രണ്ട്ലി വേയാണ്, നമുക്ക് പ്രയോജനകരമായ കസ്റ്റമർ ഫ്രണ്ട്ലി. So generally media provide the one-way communication to the recipients, though these days opinion polls, അതായത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു ഒപ്പീനിയൻ പോൾ ഉണ്ട് 6 മണിക്ക് ശേഷം. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ മീഡിയാസ്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാവാം, ചിലപ്പോൾ ട്രെൻഡ് ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞതിന് നേരെ വിപരീതം സംഭവിക്കും, ചിലപ്പോൾ ആക്യുറസി ഉണ്ടാവും. പക്ഷെ ഇത് എവിടുന്ന് എടുക്കുന്നത്, എങ്ങനെ എടുക്കണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷെ ഒപ്പീനിയൻ പോള് ഓരോ ലോകസഭ, രാജ്യസഭ, അസംബ്ലി ഇലക്ഷൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒപ്പീനിയൻ പോള് സർവ്വസാധാരണയാണ്. ഇന്ത്യയിലെ എല്ലാ ചാനലും തമ്മിൽ കോമ്പീറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഒപ്പീനിയൻ ഇത്ര, ഞങ്ങളുടെ ഒപ്പീനിയൻ ഇത്ര, അവിടെ തമ്മിൽ അടി. എന്നിട്ട് അവസാനം റിസൾട്ട് വന്നാൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് നമ്പർ 1 ആക്യുറസി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തമ്മിലല്ലേ. അപ്പോൾ ഒപ്പീനിയൻ പോൾ ഉണ്ടാവും, പക്ഷെ അത് ആക്യുറേറ്റ് അല്ല എന്ന് ഓർക്കണം. എന്തായാലും ഏകദേശമാണ് ചിലയിടത്ത് എത്തൂ. ലെറ്റേഴ്സ് ടു എഡിറ്റ്. ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിവിടെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഭരണാധികാരി, പഞ്ചായത്തായിക്കോട്ടെ, സംസ്ഥാനമായിക്കോട്ടെ, ജില്ലയായിക്കോട്ടെ, നമ്മുടെ രാജ്യമായിക്കോട്ടെ, ലെറ്റേഴ്സ് ടു എഡിറ്റർ പത്രത്തിൽ കൊടുക്കുന്നുണ്ട്. ചിലവരുടെ ഗ്രീവൻസസ്, ജനങ്ങളുടെ പാലമില്ല, 50 കിലോമീറ്റർ വളഞ്ഞു വരണം, രാത്രി ഒരു ലൈറ്റും അവിടെ ഇല്ല, കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പാലമില്ല, നദിയിൽ ഇറങ്ങി നടക്കണം, നീന്തണം, അപ്പുറം കിടക്കണച്ചാൽ. ഇങ്ങനെ പല ജനങ്ങളുടെ ഓരോരോ പ്രാരബ്ധങ്ങളും പല ബുദ്ധിമുട്ടുകളും റോഡിലെ കുഴികളും അതിനെ പറ്റിയിട്ട് ലെറ്റേഴ്സ് ടു എഡിറ്റർ അതിൽ കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്. അവിടെ നോക്കിയിട്ട് അവർ ആക്ഷൻ എടുക്കണം. ജനങ്ങളുടെ ഗ്രീവൻസസ് ആണത്, അവിടെ തെറ്റ് വരില്ല. അതായത് യഥാർത്ഥ കഷ്ടം അനുഭവിക്കുന്നതാണ് അതിൽ. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഇൻ കേരള, അട്ടപ്പാടി, യു ടേക്ക് ദി എക്സാമ്പിൾ വെൻ ദ flood was there before 2 years. See, even from the tribal area, pregnant, a woman, during delivery time, there was no hospital, and they were living in a hut in a tribal area, and if she has to reach in the hospital, she has to cross a flooded river, ഭവാനി. വളരെ അധികം ശക്തിയായിട്ട് ഒഴുകുന്ന, അതും മഴക്കാലത്ത്, പാലമില്ല. അപ്പുറം ആ കരയിൽ നിന്ന് ഈ കരയിൽ വന്നാൽ എവിടെയെങ്കിലും ഒരു പ്രമേയത്ത് ഏറി സെൻറ്റർ എത്രയോ അപ്പുറത്തുള്ളത്. അവസാനം ഓർക്കണം, നമ്മുടെ പട്ടാളോ ഇവരൊക്കെ കൂടി, NDRF ഇവരെല്ലാം കൂടി കയറ് കെട്ടിയ കയറില സ്ത്രീ തൂങ്ങിപ്പിടിച്ച് ഒപ്പാൻ ജവാനും അതെ, അങ്ങനെയാണ് ഇക്കരെത്തിയത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അപ്പോഴേക്ക് ആംബുലൻസ് റെഡിയായിരുന്നു, അങ്ങനെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെയുള്ള പല. അപ്പം ഇത്തരത്തിലുള്ളത് നമ്മുടെ പത്രങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. മനസ്സിലായോ? പത്രങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിന് റെമഡിയൽ സ്റ്റെപ്പ് എടുക്കണം. റെമഡിയൽ സ്റ്റെപ്പ്, അതായത് ജനത്തിന് ഈ ഭരണം പറഞ്ഞ എന്താണ്, ജനങ്ങളുടെ ഉപകരണത്തിന് വേണ്ടിയിട്ടല്ലേ. ഞാൻ പറയുന്നില്ല, ബാക്കി ഇന്നലെ നീറ്റ് എക്സാമിനേഷൻ നടന്ന ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടോ, ബാക്കി ഞാൻ പറയുന്നില്ല. അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് TV, ന്യൂസ് പേപ്പർ. അത് ശരിയല്ല. അത്തരത്തിലുള്ള അതേമാതിരി യൂണിഫോം കോഡ്, അതേമാതിരിയുള്ള പല ഷൂ ധരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലതും കോളേജിൽ അങ്ങനെ എന്തൊക്കെ. എന്നിട്ട് ഇന്നിപ്പോൾ കുറേ കശപിശ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളെ അറിയിച്ചത് മാസ് മീഡിയയാണ്. ഇത് അറിയിച്ചില്ലെങ്കിൽ ആരും അറിയുന്നത്? അപ്പോൾ മീഡിയ ഈസ് പ്ലേയിങ് വൈറ്റൽ റോൾ. അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയിട്ട് ചിത്രീകരിച്ച് കംപ്ലീറ്റ് ഫോട്ടോ സഹിതമാണ്. അവർ തെറ്റായിട്ട് ഇടില്ലല്ലോ, അല്ലെങ്കിൽ അവർ പേരിൽ കേസ് കൊടുക്കില്ലേ? അപ്പോൾ അവർ കാരണം എന്താ വെച്ചാൽ യൂണിഫോം കോഡ്, അതേമാതിരി പിന്നെ എങ്ങനെ ഷൂ ഇടാൻ പാടില്ല, നോക്കുമ്പോൾ ഷൂ ഇപ്പോൾ കുട്ടിയുടെ കാലിൽ ചെരുപ്പില്ല, അങ്ങനെ പലതും ബാക്കി ഞാൻ പറയുന്ന പേപ്പർ വായിക്കൂ. ഓക്കെ. അപ്പം പക്ഷെ ഇത് മീഡിയയിലെ ഹൈലൈറ്റ് ചെയ്ത്, അതല്ല ജനങ്ങൾ അറിഞ്ഞത്, അതല്ല സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് ക്യാബിനറ്റ്, നമ്മുടെ പാർലമെന്റിൽ നിന്ന് അതാണ് ഇഷ്യൂ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതിനെ പറ്റിയാണ് ഉത്തരം പറയുന്നത്. നമ്മുടെ നീറ്റ് പരീക്ഷയുടെ കൺട്രോളർ അതിനെ പറ്റിയാണ് ഉത്തരം പറയുന്നത് ഡൽഹിയിൽ.
അവരെങ്ങനെ മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്ത്? അപ്പോൾ ജനങ്ങളുടെ കഷ്ടപ്പാട്. അപ്പൊ ലെറ്റേഴ്സ് ടു എഡിറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മളെ പ്രോബ്ലം സോൾവ്, അല്ലാണ്ട് ഇന്നൊന്ന് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ 3 മാസം അതേ സെയിം കംപ്ലൈന്റ് വരിക, അത് കഴിഞ്ഞിട്ട് വേറെ, അതല്ല വേണ്ടത്. അതിന് റെമഡി പെട്ടെന്ന് കാണണം. കാരണം എന്താ വെച്ചാൽ ജനങ്ങള് ചുമ്മാ പേപ്പർ കൊടുക്കുവോ? തെറ്റായ കാര്യങ്ങൾ കൊടുത്താൽ അവർ പേരിൽ ആക്ഷൻ എടുക്കില്ലേ? അപ്പൊ ജനങ്ങളുടെ യഥാർത്ഥ, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഡോക്ടറും ഇല്ല, ബെഡും ഇല്ല, മരുന്നും ഇല്ലെങ്കിലോ എന്താ സ്ഥിതി? പിന്നെ എന്തിനാ ഹോസ്പിറ്റല്? അപ്പൊ അത്തരത്തിലുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ലെറ്റേഴ്സ് ടു എഡിറ്റർ always, a good administrator or a government has to see that and remedial step is to be taken. Next, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നെ നോക്കൂ, ഈ പ്രിന്റ് മീഡിയ, പത്രങ്ങള്, ബ്രോഡ്കാസ്റ്റ് മീഡിയ, അത് ഞാൻ പറയാം, ഇന്റർനെറ്റ്, അതൊക്കെ വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചിലത് പറയാനുള്ളത്, ഈ എന്താണ് ഗുഡ് ഗവേണൻസില്? അതായത് ലെജിറ്റിമസി, സത്യസന്ധതയോടു കൂടി പത്രപ്രവർത്തനം വേണം. മീഡിയ റിപ്പോർട്ടിംഗ് അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. 2, പാർട്ടിസിപ്പേഷൻ. 3, അക്കൗണ്ടബിലിറ്റി. തെറ്റായ എന്തെങ്കിലും പ്രവർത്തിച്ച് അതിനുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവർ ഉത്തരവാദിയായിരിക്കും ചിലപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോ ആദ്യം തിങ്ക് ബിഫോർ യു ആക്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ ട്രാൻസ്പെറൻസി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മീഡിയ ആൻഡ് ഗവേണൻസ്. പിന്നെ അതിനു പുറമെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി ഞാൻ പറഞ്ഞു. 4th പില്ലർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മീഡിയ എന്ന വേർഡ്, മീഡിയം, അതായത് ആ വേർഡിൽ നിന്ന് വന്നാണ് സിഗ്നിഫൈ, മോഡ് ഓർ കാരിയർ, അതിന്ന് വന്നതാണ്. ഇനി ഇനിയിപ്പോ മീഡിയ നമ്മുടെ ഒരു പാർട്ട് ഓഫ് ഡെയിലി ലൈഫായിട്ട് പരിണമിച്ചിട്ടുണ്ട് മീഡിയ, അല്ലേ? പത്രം വായന, അല്ലെങ്കിൽ ടി വി കാണുക. അപ്പൊ ഒരു മീഡിയ ഇപ്പൊ നമ്മുടെ ഒരു ഇറ്റ് ഹസ് ബിക്കം എ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. ഞാനൊക്കെ 65 മുതലേക്ക് ഡെയിലി രാവിലെ പത്രം ഒരു ഇതും കൂടാതെ 1-2 പത്രങ്ങൾ വായിക്കുന്ന ആളാണ് ഇതുവരെ. അപ്പൊ അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് പരിണമിച്ചെടുക്കല്ലേ. അപ്പൊ നമുക്ക് ന്യൂസ് അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യം. അപ്പൊ ഇറ്റ് ഹസ് ബിക്കം പാർട്ട് ഓഫ് ഡെയിലി ലൈഫ് ഓഫ് സിറ്റിസൺസ്. ഇനി അടുത്തത്, മീഡിയ ഏതെല്ലാം വിധത്തിൽ? 1, ടെലിവിഷൻ, പറയേണ്ട ആവശ്യമില്ലല്ലോ. 2, റേഡിയോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ന്യൂസ് പേപ്പേഴ്സ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. മാഗസൈൻ ആവശ്യമുണ്ടോ? പിന്നെ വേറെ ഓഡിയോസ്, ഓക്കെ, കേട്ടുകൊണ്ട്. പിന്നെ വീഡിയോസ്, കണ്ടുകൊണ്ട്. ഓക്കെ. മൂവീസ്. അച്ഛാ, ഈ മൂവി എന്ന് പറയുന്നത് അത് പലതും പഠിക്കാനുണ്ട്. ഇപ്പൊ പണ്ട് നമ്മുടെ സിനിമ തിയേറ്ററില് നമ്മുടെ ഇതുണ്ടായിരുന്നു, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ന്യൂസ് ഉണ്ടായിരുന്നു. അത് കമ്പൽസറി ആയിരുന്നു. അതെന്താ അർത്ഥം? നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻസ്, എന്തെല്ലാം നമ്മൾ ഇംപ്രൂവ്മെന്റ്, പുതിയ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടൂൾസ് ആൻഡ് ബൈ വേ ഓഫ് അതിന്റെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം, അങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം, ജനസംഖ്യ എങ്ങനെ കൺട്രോൾ ചെയ്യും, അതേമാതിരിയുള്ള ടുബാക്കോ, നമ്മുടെ ക്യാൻസറും ടുബാക്കോ ഉപയോഗിച്ചുള്ള ക്യാൻസർ, ഇതൊക്കെ ജനങ്ങളുടെ അവയർനെസ് ആണ്. ഇതൊക്കെ വരുന്നതിലാണ്. അപ്പോ മൂവീസ് പർപ്പസ്ഫുൾ മൂവീസ് ആയിരിക്കണം. അത് ജനങ്ങൾക്ക് കാരണം ഒരേ സ്റ്റീരിയോ ടൈപ്പ് പടങ്ങളാണ് ജനങ്ങൾ തള്ളും. അതും കൂടി കഥകൾ വേണം, മീനിങ് ഫുൾ ആയിരിക്കണം. പക്ഷെ ഇന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ യൂസ് ചെയ്യുന്ന വേർഡുകള്, സംഭാഷണങ്ങള്, അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ സെൻസർ ബോർഡ് നിരോധിക്കും. അതും കൂടി ഉണ്ട്. അപ്പൊ ഈ ടിവിയും നമ്മുടെ സിനിമയും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ സൊസൈറ്റിയിൽ അത് ഇറ്റ് ഈസ് പ്ലേയിങ് എ വൈറ്റർ റോൾ. കാരണം ജനങ്ങൾ കാണുന്നതാണ്. അത് അതേമാതിരി ചിലര് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഡിക്കേഡ്സ് എഗോ നമ്മുടെ ധർമ്മേന്ദ്ര ഹേമമാലിനി ഒരു പടത്തില് അഭിനയിക്കുമ്പോൾ അതില് ധർമ്മേന്ദ്ര
യുനോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഇത് സ്വർണം എന്തോ സ്വത്തെടുക്കുന്ന ഒരു ഇതുണ്ട്, തലകീഴായ വന്നിട്ട് അങ്ങനെ. കാരണം ഒക്കെ മാഗ്നറ്റിക് ഇതാണ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ, അയാൾക്ക് അപകടം പറ്റും. അതേമാതിരിയുള്ള അതിൻ്റെ നടുക്കിലാണ് ഇത് വെച്ചത്, രത്നോ എന്തോ സംതിങ്. അത് തലകീഴായ മുകളിൽ വന്നിട്ട് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതേ മെത്തേഡ് ഉപയോഗിച്ചൊരു കവർച്ച നടത്തി. അപ്പോൾ സിനിമ ചില സമയത്ത് അത് മറ്റുള്ളവർ നല്ല വിധത്തിൽ, അല്ലെങ്കിൽ ഇതേമാതിരി ബാങ്ക് കൊള്ള ചെയ്യുക, അതൊക്കെ ഉണ്ടല്ലോ പല കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ സിനിമ സൊസൈറ്റിക്ക് വളരെ നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമകളായിരിക്കണം. അതും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് അപ്പോൾ ടെലിവിഷൻ എന്ന് പറയും. പിന്നെ മീഡിയ ചുരുക്കത്തിലെ ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ മീഡിയ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനാണ് കവർ ചെയ്യുന്നത്. ടൈമിലി ആണ്. നോക്കുക, ന്യൂസൊക്കെ കണ്ടില്ലേ, ടൈമിലിയാണ്. 9 മണിയുടെ ന്യൂസ്, 10 മണിയുടെ ന്യൂസ്. അപ്പോൾ എഫക്റ്റീവ് ആണ്. ആ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കേൾക്കല്ലോ എന്താ സംഭവിച്ചത് കേരളത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൽ. നോക്കുള്ളൂ, ജപ്പാനിലെ പ്രധാനമന്ത്രി മരിച്ചു അല്ലേ, ഒന്നുണ്ട്. ഒറ്റ മിനിറ്റ് കൊണ്ട് ലോകം മുഴുവൻ അറിഞ്ഞല്ലേ, എത്ര ഫാസ്റ്റാണ് നോക്കൂ. ശ്രീലങ്കയിലത്തെ നോക്കിക്കോളൂ, പ്രസിഡന്റിന്റെ അയാൾ അവിടുന്ന് ഓടിപ്പോയി നോക്കൂ, ഏറ്റവും ഒറ്റ മിനിറ്റ് കൊണ്ട് വേൾഡ് മുഴുവൻ അറിഞ്ഞല്ലേ. ഇതാണ് ഇപ്പോഴത്തെ എഫക്റ്റീവ്നെസ് ഓഫ് യുനോ മീഡിയ. പെട്ടെന്ന് അറിയും. പിന്നെ അതേമാതിരി അപ്പം എഫിഷ്യൻ്റ്ലി ഇതെല്ലാം നമ്മൾ അറിയാൻ ഇടയാകുന്നു. അപ്പോൾ അടുത്തത് ടൈപ്സ് ഓഫ് മീഡിയ. പ്രിന്റ് മീഡിയ പറയേണ്ട ആവശ്യമില്ല. പത്രങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അതിൽ സത്യാവസ്ഥ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഉത്തരവാദിയാണ്. യെസ്, ബ്രോഡ്കാസ്റ്റ് മീഡിയ. പണ്ട് നമ്മുടെ ദൂരദർശനൊക്കെ, ഇവിടെ ഒരു കാര്യം പറയണ്ട കേട്ടോ. ബ്രോഡ്കാസ്റ്റ് മീഡിയ, ദൂരദർശൻ പണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവരെല്ലാം എഡിറ്റഡും അതേമാതിരി ആ പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഹൈലി ട്രെയിൻഡ് ആയിരുന്നു നമ്മുടെ ദൂരദർശൻ ഒരു കാലത്ത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ദൂരദർശൻ്റെ ഒരു ന്യൂസ് റീഡിങ്ങും നമ്മുടെ ചാനലിലത്തെ ന്യൂസ് റീഡിങ് കൂടെ ഒന്ന് നോക്കൂ, ഒന്ന് കമ്പയർ ചെയ്യൂ. ബാക്കി നിങ്ങൾ ഓർത്തോളൂ എന്താന്ന്. ദൂരദർശനിലെ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അതേമാതിരി സ്റ്റേറ്റിലുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഉണ്ട് അല്ലേ. ആ ദൂരദർശനില് വോയിസ് ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹൈലി ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവരെ പ്രസന്റ് ചെയ്യുന്നത്. വളരെ പ്ലീസിങ് പേഴ്സണാലിറ്റി, വെൽ ഡ്രസ്ഡ്, അവരുടെ മൂവ്മെന്റ്, അവരുടെ അല്ലാണ്ട് മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിരിക്കുക, അങ്ങനെ ഒരു തമാശ രൂപേണ മരണമായിരിക്കും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിലൊക്കെ അവരെ ഹൈലി ട്രെയിനിങ് കൊടുക്കും. ഇങ്ങനെ ചെയ്യണം, മരണ സമയത്ത് കുറച്ച് നമ്മുടെ ലോ വോയിസ് ആയിരിക്കണം. പിന്നെ ചില സമയത്ത് വേറൊന്നും കൂടി ഉണ്ട്, മരണം പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യരുത്. അദ്ദേഹം ഇങ്ങനെയുണ്ട്, പണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ അങ്ങനെയല്ല, ടക്ക് നല്ല അടിച്ചിട്ട് അതാ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. ആദ്യം ചിലപ്പോൾ അത് ഷോക്കാവും ചിലർക്ക്. അപ്പോൾ ഞാനത് പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ പറയാ, ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് എപ്പോഴാണ് അത് മരിച്ചത് അനൗൺസ് ചെയ്തതെന്ന് അറിയാമോ? ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തതല്ല ആദ്യം. ഈവൻ ഇത് പറയുന്നത് നമ്മുടെ മീഡിയയുടെ കളിയാണ് ഞാൻ പറയുന്നത്. പിന്നെ രാജീവ് ഗാന്ധി വാസ് ദ സൺ ഓഫ് ഇന്ദിരാഗാന്ധി, വാസ് ഇൻ കൽക്കട്ട. അയാൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ. അപ്പോഴാണ് അവിടെ കൽക്കട്ടയിൽ എന്തോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ മരണം അറിയണത്. അയാള് അവിടുന്ന് യഥാർത്ഥ വർത്തമാനം അറിയാൻ അയാൾ BBC ഓൺ ചെയ്തത്. കാരണം ഇന്ത്യ മീഡിയ റിപ്പോർട്ട് ചെയ്യില്ല, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം കലാപങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോഴേ. ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെ അവരുടെ കാര്യമല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അയാളെ സത്യാവസ്ഥ അറിയാൻ BBC ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് BBC പ്രൈവറ്റാണ് അവർ, പക്ഷെ ആക്യുറേറ്റ് ന്യൂസാണ്. അവര് വിഡ്രോ ചെയ്യില്ല, തെറ്റായ ഒരു കാര്യമില്ല. അവരുടെ ഓരോരുത്തർ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, അവരതിൽ അവിടുന്നാണ് അയാൾ അറിഞ്ഞത്. പക്ഷേ ഇന്ത്യയിൽ അത് വന്നപ്പോഴേക്ക് എത്രയോ സമയം കഴിഞ്ഞിട്ട്, അത് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ വളരെ റെപ്രക്യൂഷൻ ഉണ്ടായിരിക്കും ചില സമയത്തേ. പൊളിറ്റിക്കലായിട്ടും പലതൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങൾ. അത് അവരുടെ കാര്യമല്ല, എല്ലാവരുടെ കാര്യം കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം മീഡിയ നമ്മൾ വളരെ സെൻസറിങ്, അതേമാതിരിയൊക്കെ അതേമാതിരി ഇപ്പം ഞാൻ പറയുന്ന ന്യൂസ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് ഇതിൻ്റെയൊക്കെ ഉണ്ട്. അപ്പം നേരെ മറിച്ച്
ഞാൻ പറയാൻ ദൂരദർശന്റെ പറയാൻ കാരണം എന്താ അറിയോ, ബ്രോഡ്കാസ്റ്റ് എത്ര അവര് അനാവശ്യമായിട്ടുള്ള ഒരു വിധത്തിലുള്ള അതിലത് കാണിക്കില്ല. ഈ നമ്മുടെ പിന്നെ കമ്മ്യൂണിറ്റിക്ക് ഉപയോഗശൂന്യമായ അതേമാതിരി വേറൊന്ന് ഡ്രസ്സ്, അതേമാതിരി തോന്നിയ മാതിരിയുള്ള ഡാൻസും അതേമാതിരി കാണിക്കില്ല. ഇത് അവര് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പ്രിസർവ് ചെയ്യും. ഏത് സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ, വെൽ ഡ്രസ്ഡ് ആയിട്ട് ആളുകളെ, പുരുഷന്മാരെ നല്ലത്. നിങ്ങൾ കമ്പയർ ചെയ്യുന്നു. വൈ ഡോണ്ട് യു മേക്ക് എ കമ്പാരിസൺ? നൗ യു കം ടു ചാനൽസ്. എന്താണ് അതിൽ കാട്ടിക്കൂട്ടുന്നത്? അത് നിങ്ങൾ നോക്കൂ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കൂ. ഐ ആം ഗിവിംഗ് ദ അജണ്ട ടു യു, യു സീ ദാറ്റ്. അപ്പോ ഇതാണ് ബ്രോഡ്കാസ്റ്റ്. അപ്പോ ഈ ബ്രോഡ്കാസ്റ്റിലെ നമ്മൾ ആദ്യം നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ ഉണ്ട്, നമ്മുടെ പല റിലീജിയസ് വേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യണം. കാര്യം മനസ്സിലായില്ലേ? നമ്മൾ അമേരിക്കയിലല്ല ജനിച്ച്, ഇന്ത്യയിലെ ജനിച്ച്. അപ്പൊ ഇന്ത്യയുടെ കൾച്ചർ 5000 കൊല്ലം പഴക്കമുള്ള സിവിലൈസേഷൻ ആണ് ഇന്ത്യയുടെ. അതിന്റെ അർത്ഥം മോഡേൺ ആവരുത് നല്ല കേട്ടോ. മോഡേൺ ആവാം, വെസ്റ്റേൺ ഇതൊക്കെ ആവാം, പക്ഷെ ബേസിക്കലി യു ആർ എൻ ഇന്ത്യൻ. അത് മറക്കരുത്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ടൈമിൽ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് പ്രസന്റേഴ്സിന്റെ എങ്ങനെയാണ് ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത് അവർ കുറ്റം പറയല്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്, റേറ്റിംഗ് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം. ഞങ്ങളാണ് ആദ്യം കൊണ്ടുവന്ന ന്യൂസ്, ഞങ്ങളാണ് അങ്ങനെ റേറ്റിംഗിൽ നമ്പർ 1 ഞങ്ങളാണ് എന്ന് കൊണ്ടുവരാനുള്ള വീരവാദം മുഴക്കിയിട്ട് ചിലപ്പോൾ എന്താ പറയണ്ടേ, എക്സ്പ്രഷനും മറ്റിതൊക്കെ ഉണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് തന്നെ ചില സമയത്ത് തോന്നും ഒരു വിരസത, ചില സമയത്ത് പ്രസന്റ് ചെയ്യുന്ന വിധം. അതേമാതിരി പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. ചില വൺ സൈഡഡ് ന്യൂട്രായിട്ട് വളരെ വളരെ കമ്മിയായിട്ടാണ് ഇപ്പോൾ മീഡിയയിൽ കാണുന്നത്. എല്ലാം ചില സൈഡ്, ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അങ്ങനെ. അപ്പം നമുക്ക് യഥാർത്ഥ വർത്തമാനം അറിയില്ല, അതാണ് പ്രശ്നം കേട്ടോ. സത്യാവസ്ഥ അറിയില്ല. അപ്പം നമുക്ക് എപ്പോഴും അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, നമുക്ക് യഥാർത്ഥ വർത്തമാനമാണ് ശരിക്കും അറിയേണ്ടത്. ഓക്കെ, എനിവേ പോട്ടെ, അതിനെപ്പറ്റി ഞാൻ പറയാം. ബട്ട് ഇതിൻ്റെ നമ്മുടെ വേരിയ പ്രിന്റ് മീഡിയ പറ്റി ഞാൻ പറഞ്ഞു, ബ്രോഡ്കാസ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു ആൾറെഡി. നമ്മുടെ DVD, CD അതേമാതിരി അതുണ്ട്, പലതുണ്ട്. നമ്മളെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എത്രയോ ഇതുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ് ഇതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നു ഇന്റർനെറ്റ് യുഗം. ഇന്റർനെറ്റ് യുഗം, ന്യൂ ഏജ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഗൂഗിൾസിൽ എന്ത് വേണച്ചാലും ലോകത്തിൽ. ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം പറയണ്ടേ, എന്ത് വേണച്ചാലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും ഗൂഗിൾസിൽ. ഇവിടെ ശ്രദ്ധിക്കേ മൈ ഡിയർ ലേണേഴ്സ്, ഗൂഗിളിൽ നിങ്ങൾക്ക് എന്ത് വേണച്ചാലും ഇൻഫർമേഷൻ കിട്ടും, നോ പ്രോബ്ലം. പക്ഷെ അത് ആക്യുറസി ഉണ്ടാവില്ല ചിലപ്പോ. മനസ്സിലായോ? ഇപ്പൊ ഞാനൊരു താരം പറയണോ എന്താന്ന്? ഞാൻ പറയാം എല്ലാം തെറ്റായെന്നാലും ഞാൻ പറഞ്ഞിട്ടില്ല. ആക്യുറേറ്റ് ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. നമ്മുടെ ലേബർ ഒരു കേസ് സ്റ്റഡി വിചാരിക്കുക. നിങ്ങൾ ആ കേസ് സ്റ്റഡി തപ്പിയാൽ ഗൂഗിളിൽ അമേരിക്കയിലത്തെ കേസ് സ്റ്റഡി വരിക. അമേരിക്കയിലത്തെ കേസ് സ്റ്റഡി എങ്ങനെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക? അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലോ ചൈനയിലോ വേറെ ഏതെങ്കിലും നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇന്ത്യയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക? ഇന്ത്യ ഈസ് എൻറ്റയർലി എ ഡിഫറെന്റ് കൺട്രി, ഡെമോക്രാറ്റിക് കൺട്രി. Lot of rules and regulations are there and everywhere, supervision is there. അപ്പൊ നമ്മൾ ഈ ഗൂഗിൾസ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ചില കേസ് സ്റ്റഡീസും ചില ഇൻഫർമേഷനും ഒക്കെ ചിലപ്പോൾ ഇന്ത്യക്ക് റിലവൻസി ഉണ്ടാവില്ല. ഉദാഹരണം, ഞാൻ പ്രൊജക്ട് കേട്ടാണ് പല കുട്ടികൾക്ക് ഞാൻ പറയും, വെബ്സൈറ്റിൽ നിങ്ങൾ കൂടുതൽ നോക്കരുത്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല പ്രൊജക്ട് വർക്കില്. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ, റീഡ് ടെക്സ്റ്റ് ആൻഡ് യു മേക്ക് യുവർ ഓൺ. അല്ലാതെ മറ്റുള്ളവർ ആരെങ്കിലും അതിലെന്തെങ്കിലും കുറെ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ ഉണ്ടാവണം എന്നില്ലല്ലോ. ഞാൻ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ ആയുർവേദത്തിന്റെ മറ്റേ ഇതിൻ്റെയൊക്കെ ഞാൻ ഓപ്പറേഷൻ ചെയ്തു, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു, മറ്റേതൊക്കെ ചെയ്തു. മറ്റുള്ള നമ്മളത് വായിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതേമാതിരിയാണ് എസ്പെഷ്യലി വൈ ഐ ആം ടെല്ലിങ്, ഐ ഹാവ് ഗോട്ട് സെവറൽ ഇൻസ്റ്റൻസസ് ദാറ്റ് ദ കേസ് സ്റ്റഡീസ്. എവിടെ നിങ്ങൾ പ്രസിദ്ധമായ അമേരിക്കൻ കേസ് സ്റ്റഡിയാണ്. ആ അമേരിക്കൻ കേസ് സ്റ്റഡി എന്താ നിങ്ങൾ ചെയ്യുക ഇവിടെ? ഇന്ത്യയിൽ എന്താ ചെയ്യണം അമേരിക്ക? കാരണം വി ആർ വെരി ലക്കി. ഇന്ത്യയിൽ നടക്കാത്ത ഏത് കേസസ് ആണുള്ളത് ലോകത്തിൽ വേറെ എവിടെയെങ്കിലും? പിന്നെ എന്തിനാണ് നമ്മൾ അമേരിക്കയിലും റഷ്യയിലും അല്ലെങ്കിൽ UK ഒക്കെ പോയിട്ട് കേസ് സ്റ്റഡി തപ്പുന്നത്? ഇന്ത്യയിൽ എല്ലാ വിധത്തിലും ഉണ്ടല്ലോ, ലേബർ റിലേറ്റഡ് ആയിട്ട്, ഹെൽത്ത് റിലേറ്റഡ്. ഇപ്പൊ നോക്കിയോളൂ, വേറൊരു ഉദാഹരണം, മങ്കി പോക്സ്. കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യം കേരളത്തിൽ വന്നിട്ട് കണ്ടിരണം. നിങ്ങൾ എന്തിനാ ഗൂഗിൾ തപ്പിയിട്ട് തപ്പണം? നമ്മുടെ കേരളത്തിൽ തപ്പൂ.
കാര്യം മനസ്സിലായോ? ആയമാര് ഇപ്പോൾ കോവിഡ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഇവിടെ മെഡിസിൻ ഉണ്ടാക്കി നിങ്ങൾ അമേരിക്കയിൽ തന്നെ നോക്കേണ്ട ആവശ്യം? കോവിഡ് മെഡിസിൻ നമ്മുടെ ഇന്ത്യയിലല്ലേ ഉണ്ടാക്കിയത് മെഡിസിൻ. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് കണ്ണും ചീപ്പിയിട്ട് ഗൂഗിൾ, കാരണം ഞാൻ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു ലേണേഴ്സിന് വളരെ ഇതുകൊണ്ട് ഞാൻ പറയാണ്, എന്ത് നോക്കിയാലും വേഗം പോയിട്ട് ഇത് ചെയ്തു. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില സമയത്ത് കുട്ടികൾ ഇതേമാതിരി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കണം, അത് ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് അവർ ഗൂഗിളിൽ പോയിട്ട് നോക്കും. ഗൂഗിളിൽ പോയിട്ട് നോക്കണം. യഥാർത്ഥത്തിൽ എനിക്ക് ദേഷ്യം വരാറ്. എന്താ കാരണം എന്നറിയോ? ഞാൻ പറയുന്നതും അവർ ഗൂഗിളിൽ നോക്കുന്ന തമ്മിൽ യാതൊരു ഇതുണ്ടാവില്ല, സാമ്യം ഉണ്ടാവില്ല. കാര്യം മനസ്സിലായോ? നമ്മൾ കുറെ തത്വചിന്തകളൊക്കെ അത് പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പൊ എല്ലാം നമ്മളെ GPT ഇന്റർനെറ്റിനെ അല്ലെങ്കിൽ ഗൂഗിൾസിനെ നമ്മൾ വി ഹേവ് ടു മേക്ക് അവർ ഓൺ ആൻഡ് റിയലിസ്റ്റിക്, അതായത് വളരെ റിലയബിൾ സോഴ്സ് ആണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിനർത്ഥം ഗൂഗിളിൽ വരുന്നത് മോശമായിട്ടാണോ അല്ലെങ്കിൽ തെറ്റായിട്ടാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ചില കേസസ് നമുക്ക് അപ്ലിക്കബിൾ അല്ല, അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ചില സൗത്ത് ആഫ്രിക്കയിലേക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില എന്താ പറയണ്ടേ, യെല്ലോ ഫീവർ. ഇതെന്താ യെല്ലോ ഫീവർ എന്ന് നോക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യയിലുണ്ടോന്ന്, അത് അവിടെയാണ്. അപ്പൊ നമ്മളെ എപ്പോഴും ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മുടെ ജീവിതം താറുമാറാക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റോ അപ്ലിക്കേഷനോ മൈൻഡ് ആൻഡ് വേർ വി റിക്വയർ ഇൻഫർമേഷൻ അവിടെ നോക്കൂ, എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്യൂ ദിസ് ഇൻഫർമേഷൻ ഇസ് കറക്റ്റ് ഓർ നോട്ട്. മനസ്സിലായോ? ഓക്കെ. സോ ഇനി പറയാനുള്ളത് നമ്മുടെ ന്യൂ ഏജ് മീഡിയ, പുതിയ മൊബൈൽ ഫോൺ, ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മൊബൈൽ ഫോൺ യൂസ്ഫുൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം, അതിൽ സമയം കളയരുത്. ക്രിയേറ്റീവ് വർക്കാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് മാത്രം, കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. അതിൽ മുഴുവൻ ജീവിതം നമ്മൾ നോക്കി ഗ്രാഫും മറ്റേ ഓരോന്ന് അതിലല്ല. വി ഹാവ് ടു സ്പെൻഡ് അവർ ടൈം പ്രോപ്പർലി. എഡ്യൂക്കേറ്റീവ് പർപ്പസിന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്ന യൂസ് ചെയ്യാം, കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഒരു ടൂൾസ് ആണ് നമ്മുടെ മീഡിയയുടെ. മനസ്സിലായില്ലേ? മൊബൈൽ ഫോൺ, കാരണം ഇന്നത്തെ കാലത്ത് അറിയാലോ, ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തതിന് കുട്ടി പോയിട്ട് സൂയിസൈഡ് ചെയ്യുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നോക്കൂ, അത് ഒന്നും ഉണ്ടായിട്ടല്ല, ആരോടും വിരോധം ഉണ്ടായിട്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാരണം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇത് വാങ്ങിത്തരാൻ കാശുണ്ടാവില്ല, കുട്ടിക്ക് സങ്കടമായിരിക്കും. അല്ല, ആ കുട്ടി പറഞ്ഞ കാര്യമില്ല, ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടാവില്ല. അവരെ കാര്യം കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ കോവിഡ് ടൈമിൽ ഓൺലൈൻ ക്ലാസ് ആണ്, ആ ക്ലാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കാരണം മറ്റുള്ള കുട്ടികളൊപ്പം എത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുണ്ട്. എനിവേ, സോ ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം ഫോർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത്, ഒന്ന് ന്യൂ ഏജ് മീഡിയയിലെ മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിന്റെ പുറമെ ഇന്റർനെറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഓപ്പർച്യൂണിറ്റി ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിങ് ഇമെയിൽ, 10 പൈസ ചെലവില്ല. അടുത്തത് വെബ് ബ്ലോഗ്, എവിടെ ഇൻഫർമേഷൻ ഏത് കമ്പനിയുടെ അറിയണമെങ്കിൽ വെബ് നോക്കിയാൽ മതി. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിച്ചാൽ വെബ് പോരെ, സൈറ്റ് പോർട്ടലല്ലേ, അത് നോക്കിയാൽ പോരെ. നിങ്ങളുടെ ഓൺലൈനിലോ എന്ത് വേണമെച്ചാലും പഠന രീതി എന്തെങ്കിലും പറ്റിയിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിൽ കാണാലോ. അതേമാതിരി ഏത് കമ്പനി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. സ്റ്റേറ്റ് ഗവൺമെന്റ് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്ലിക്ക് ചെയ്യൂ. നമ്മുടെ എവിടെ നടക്കുന്നത് നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് എല്ലാം അറിയാലോ. അപ്പൊ വെബ്. പിന്നെ ന്യൂസ് ഗ്രൂപ്പ്, പോഡ്കാസ്റ്റ്, എന്താണ്? ഇന്റർനെറ്റ് വഴിയുള്ള ദൃശ്യശ്രവ്യ വിവരണങ്ങളുടെ പ്രക്ഷേപണമാണ് പോഡ്കാസ്റ്റ്. ഓക്കെ. പിന്നെ പേഴ്സണലൈസ്ഡ്, പിന്നെ ചിലരുടെ പേഴ്സണൽ പോർട്ടൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, അതും ഉണ്ട്. ഓക്കെ. പിന്നെ വേറൊന്ന് മീഡിയ കോൺട്രിബ്യൂഷൻ. മീഡിയയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഉണ്ടോ? അടുത്തത് എന്താണ്? ഓക്കെ. മീഡിയയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് കേട്ടോ. കാരണം ഞാൻ ശരിയും തെറ്റുമാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഒരിക്കലും എതിരല്ലേ പറയുന്നത്. എല്ലാ കാര്യത്തിലും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. ഞാനതിൽ നല്ലതും ചീത്തയും, നല്ലതും ഉണ്ട്, അതിൻ്റെ ഒപ്പം അതിൻ്റെ ദുഷിച്ച വശങ്ങളുണ്ട്, അതും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നുള്ളൂ കേട്ടോ. മീഡിയ ആൻഡ് ഞാൻ എന്താ പറഞ്ഞത്, സെൽഫോൺ യൂസ് ചെയ്യൂ, കാരണം വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എവിടെ എത്തി, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഡോണ്ട് സ്പെൻഡ് എൻറ്റയർ ഡേ അതിൽ. കാരണം ആവശ്യം മാത്രം ഉള്ള സമയത്ത് മാത്രം. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത്
അവര് ശ്രദ്ധ ഇവിടെ അതല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അതിന് ഉപയോഗിക്കാനാണല്ലോ ഇതൊക്കെ. പക്ഷെ ടൈം ഷുഡ് ബി യൂട്ടിലൈസ് ഇൻ എ ക്രിയേറ്റീവ് വേ. കാരണം വാട്ട് ടൈം ഈസ് ലോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. ശ്രദ്ധിക്കുക, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. കടലിലെ തിരമാലയും ഈ സമയവും ആർക്ക് വേണ്ടി കാത്തിരിക്കില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കടലിലെ തിരമാലയോട് ഇങ്ങോട്ട് വരണ്ടെന്ന്? അതേമാതിരി സമയത്തിനോട് ടിക് 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 ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരത്തെ പറയാൻ പറ്റുമോ? 12:01, 12:02, 12:03, 5, 6, 7, 8, 10 അല്ല 12 ഇങ്ങോട്ട് പോകാൻ പറ്റും? പറയാൻ പറ്റും? പറയുന്നില്ല. ടൈം ഈസ് റണ്ണിങ് ബാക്ക്വേർഡ്. അപ്പൊ പറയും നിങ്ങൾ, അല്ലല്ലോ സാറേ 3 മണി കഴിഞ്ഞാൽ 4 മണിയല്ലേ, 4 മണി കഴിഞ്ഞാൽ 5 മണിയല്ലേ? അതല്ല, ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ടൈം ടൈം ഈസ് ലോസ്റ്റ്, ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. ഇന്നിപ്പോ ഉള്ള സമയം 4:26 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില് ഇങ്ങനൊരു തീയതിയും വരില്ല, ഇങ്ങനൊരു സമയവും വരില്ല. 4:26 ഈ ഡേറ്റിന്, ഇന്ന തീയതിക്ക് ഇനിയൊരു തീയതി ഇങ്ങനെ വരുമോ? ഈ തീയതി 2022 ഇന്ന ഡേറ്റ്, ഇന്ന സമയം, ഇന്ന സെക്കൻഡ് ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ? പിന്നെ ടൈം ഈസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ റൂളർ. എല്ലാവർക്കും 24 മണിക്കൂർ. അനിൽ അംബാനിക്കും മുകേഷ് അംബാനിക്കും പ്രൈം മിനിസ്റ്റർക്കും ചീഫ് മിനിസ്റ്റർക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ എങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത്, ഇറ്റ് ഈസ് അപ് ടു യു ടു യൂട്ടിലൈസ് ദ ടൈം എഫക്റ്റീവ്ലി. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് അല്ലേ? നോ. അപ്പോ നമ്മുടെ മീഡിയയുടെ കോൺട്രിബ്യൂഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ അത് കഴിഞ്ഞ് കറപ്ഷൻ ഹൈലൈറ്റ് ചെയ്യുന്നു. നിയമങ്ങളെ പറ്റിയിട്ട് അത് വയലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ട്രാഫിക് വയലേറ്റിനെ പറ്റിയിട്ടും ഗവൺമെന്റിന്റെ എന്തെങ്കിലും ചില ആക്ഷനിൽ അതിനെ പറ്റിയുള്ള മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. പബ്ലിക്കിന്റെ വോയിസ്, പബ്ലിക്കിന്റെ ഗ്രീവൻസ്, ഇതെല്ലാം ഇതിന്റെ അക്കൗണ്ടബിലിറ്റി, മീഡിയ ആൻഡ് ചേഞ്ച്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. അതായത് ഇതിന്റെ പോലീസാണ് അറസ്റ്റ് ചെയ്ത് വിചാരിക്കുക, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല വിചാരിക്കുക, അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അല്ലേ? പിന്നെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യണമ്പോൾ അതേമാതിരി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ സ്ത്രീ പോലീസായിരിക്കണം കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അല്ലേ? അപ്പൊ ഇതൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്യണം. മീഡിയ ആൻഡ് റൂൾ ഓഫ് ലോ, നിയമങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുക. ബാക്കിയൊക്കെ കുറച്ചൊക്കെ വായിക്കുക കേട്ടോ. പിന്നെ മീഡിയ യൂസ് ടു ആക്ട് ആസ് എ വാച്ച് ഡോഗ്. മീഡിയ എപ്പോഴും ഒരു വാച്ച് ഡോഗ്. എന്തിനാണ്? പവർഫുൾ ആയിട്ടുള്ള ആളുകളും തെറ്റുകൾ ചെയ്യും. കാരണം മറക്കരുത്, ഇവിടെ നമ്മുടെ വിജയമല്ല അതേമാതിരി വലിയ ആളുകളൊക്കെ ഇവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടുണ്ട്, നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്. അതൊക്കെ നമ്മുടെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ പവർഫുൾ എന്നൊക്കെ ചെറിയ ആൾക്കും വലിയ ആൾക്കും ഒക്കെ നമ്മുടെ മീഡിയ റോൾ, ദേ ആർ പ്ലേയിങ് ദിയർ റോൾ. ഓക്കെ, ദെൻ എത്രയോ 20 കൊല്ലം 25 കൊല്ലം, ഇന്നലെ ഞാൻ പേര് പറയുന്നില്ല, ഒരു കേസ് 28 കൊല്ലം മുമ്പത്തെ ഒരു കേസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ ബ്യൂട്ടിഫുൾ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം പറയാൻ പാടില്ല. അതിൽ 28 കൊല്ലം നടന്ന ഒരു കോടതിയുടെ ഒരു കേസ്, അത് കോടതിയിൽ എങ്ങനെ തെറ്റിദ്ധാരണയുണ്ടായി, കൾപ്രിറ്റ് എങ്ങനെ എസ്കേപ്പ് ചെയ്തു, അതിന്റെ കാരണക്കാരനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. അതാരെ കൊണ്ടുവന്ന്? മീഡിയ. ദാറ്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അതാണ് മീഡിയ. ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സത്യാവസ്ഥ കണ്ടുപിടിക്കണം, പക്ഷെ സമയമെടുക്കും, കൊല്ലങ്ങളെടുക്കും. കാരണം ഈ ചാനൽ റിപ്പോർട്ട് ചെയ്ത സമയത്ത് കോടതി സഹകരിച്ചില്ല, പോലീസ് സഹകരിച്ചില്ല, നമ്മുടെ റൈറ്റ് ഇൻഫർമേഷൻ അവര് സഹകരിച്ചില്ല, ആരും സഹകരിച്ചില്ല, അഡ്വക്കേറ്റുമാർ സഹകരിച്ചില്ല. അങ്ങനെ വേറൊരു വിധത്തില് അവരത് എടുത്ത് ഇന്നലെ എല്ലാ ചാനലിലും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അത് ഫോർ ദ ഇൻഫർമേഷൻ ഓഫ് ദ ജനറൽ പബ്ലിക്. ഇറ്റ് വാസ് എ ഗ്രേവ് ക്രൈം committed by somebody which directly affects the public in general, younger generation. അത് മീഡിയയാണ്. അതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പറയുന്നത്. ഓക്കെ, മീഡിയ. അപ്പൊ മീഡിയ ആൻഡ് റൂൾ ഓഫ് ലോ പറഞ്ഞു ഞാൻ. പിന്നെ സോഷ്യൽ പ്രോബ്ലം, ജനങ്ങളുടെ ഓരോ പ്രോബ്ലംസ്, വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മീഡിയയിലേ കൊണ്ടുവരുന്നത്. പിന്നെ ഡെമോക്രാറ്റിക്. ഇപ്പൊ നോക്കൂ, പിന്നെ വേറൊരു കാര്യം, അണ്ണാ ഹസാരെ
അയാളുടെ നമ്മുടെ ലോക്പാൽ ബിൽ കൊണ്ടുവരണം പറഞ്ഞിട്ട് അതെല്ലാം മീഡിയയാണ് ഇതൊക്കെ ചെയ്തിട്ട് ജനങ്ങളെ അറിയിക്കുന്നത്. അവയർനെസ് ജനങ്ങളൊക്കെ മുഴുവൻ അത് കാണിച്ചിട്ട് കംപ്ലീറ്റ് അയാൾ എന്താണ് പറയുന്നത് ജനങ്ങളുടെ അത് മനസ്സിലാക്കി ഇന്ത്യ മുഴുവൻ ആ സമരത്തിൽ പങ്കെടുത്ത് അങ്ങനെ ആം ആദ്മി പാർട്ടി പറഞ്ഞൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം അണ്ണാ ഹസാരെയാണ്. നോക്കിയോ, മീഡിയ മുഴുവൻ ഹൈലൈറ്റ് ചെയ്തു. എവിടുന്ന് എവിടെ എത്തി നോക്കൂ. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ വേറെ പ്രധാനം, മീഡിയ എന്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരാളെ പേഴ്സണലായിട്ട് അതായത് അറ്റാക്ക് ചെയ്യണമെന്ന് മുമ്പ് ആലോചിക്കണം. തെറ്റ യഥാർത്ഥത്തിൽ അയാൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഹാനികരമായിട്ട് പരിണമിക്കും. കളിക്കുന്നതല്ല. വളരെ സത്യസന്ധതയോടു കൂടി മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടൂ. കാരണം അവരും അവരുടെ ഫാമിലി അതൊക്കെ വളരെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ മീഡിയയുടെ ധർമ്മമാണ് കേട്ടോ. പിന്നെ സോഷ്യൽ ചേഞ്ച് ഞാൻ ആൾറെഡി പറഞ്ഞു. പിന്നെ അപ്പോ അതേമാതിരി വുമൺസ് ഓർഗനൈസേഷൻസിന്റെ റെസ്പോൺസിബിലിറ്റിന്റെ, പിന്നെ നമ്മുടെ മീഡിയ ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഡിഫറെന്റ് ഓരോരുത്തരുടെ വ്യൂസ് ഉണ്ട് ചിലവരുടെ. നമ്മുടെ രാഷ്ട്രീയ ഇത് 8 മണിക്കും 9 മണിക്കും പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പല പാർട്ടികളെ ആയിരിക്കും. പക്ഷെ അതിൽ അവരവരുടെ വ്യൂസ് വിട്ടപ്പോഴും ഇവരുടെ വ്യൂസ് വിട്ടും. കാരണം സ്വതന്ത്ര ഇന്ത്യയാണ്, ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള അധികാരമുണ്ട്. അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിൽ നല്ലതും ചീത്തയും തിരിച്ചെടുക്കുക, ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്. പിന്നെ വേറൊരു കാര്യം, മീഡിയ അക്കൗണ്ടബിലിറ്റി ഞാൻ പറഞ്ഞു. മീഡിയ ആൻഡ് പബ്ലിക്, പിന്നെ പബ്ലിക് ഒപ്പീനിയൻ, ഗോസിപ്പ് പാടില്ല, ഫാൾസ് ഇൻഫർമേഷൻ ന്യൂസ് പാടില്ല, സർക്കുലേഷൻ ഞങ്ങളുടെയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പത്രം റിപ്പോർട്ട് ചെയ്യും, അതേപോലെ ന്യൂസ്. പിന്നീട് മാപ്പ് ചോദിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം. നിങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരു മാസം മുമ്പേ, 1.5 മാസം മുമ്പേ ഒരു നടൻ, അയാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. വയ്യ, അയാൾക്ക് എന്തോ വെന്റിലേറ്ററോ എന്തോ ഉണ്ടായിരുന്നു. പുള്ളിവേണ്ടി ഏതോ ചാനൽ എന്തോ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നിട്ട് ഉട്ടാനാട്ടിൽ റീത്തും കൊണ്ടുപോയി ഹോസ്പിറ്റലേ. റീത്ത് കൊണ്ടുപോയി ആൾ അവിടെ ഇരിക്കണം, അവിടെ കിടക്കണം. ആ കിടക്കുമ്പോൾ മകൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മകൻ്റെ അടുത്ത് മറ്റേ വന്ന ആള് റീത്തും കൊണ്ടുപോയപ്പോ മകൻ പോയിട്ട് അച്ഛനോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛൻ റീത്ത് സമർപ്പിക്കാൻ റീത്ത് കൊണ്ടുവന്നത്. അപ്പൊ മകൻ അച്ഛൻ വളരെ വളരെ വലിയ പ്രസിദ്ധ നമ്മുടെ ആക്ടറാണ്. അയാള് വളരെ സീനിയർ മോസ്റ്റ് ആക്ടറാണ്. വളരെ തമാശ പറയുന്ന ആളാണ്. മരണക്കടകിൽ കിടക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, അയാളെ സ്നേഹം കൊണ്ട് നമ്മുടെ റീത്ത് കൊണ്ടുവന്നല്ലേ, അത് മേടിച്ചു വെക്കേ. ആളും ജീവിച്ചിരിക്കുന്നു, റീത്തും കൊണ്ടുവരണോ, ആരോ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആള് അത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്ത്, ഇത് ഒരു സംഭവമല്ല, അനവധി സംഭവം. ബാക്കി ഞാൻ പറയില്ല, പാർലമെന്റിലടക്കം നടത്തുന്നുണ്ട്. അതൊക്കെ പണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. വലിയ വലിയ ടോപ്പ് ലെവലിലെ ആളുകളും അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്ത കാരണം അത് ഹാനികരമായിട്ട് പരിണമിക്കും. ഓക്കെ, ഗോസിപ്പ് പാടില്ല. അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ട് ആ യഥാർത്ഥ വസ്തുത നിങ്ങൾക്കറിയാലോ. ഗോസിപ്പ് പറയണ്ടല്ലോ. പിന്നെ റേറ്റിംഗ് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാണിച്ചു കൂട്ടുന്ന ചില ചാനൽസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. തെറ്റിദ്ധാരണകളെ വരുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ലെഗ് പുള്ളിങ്, ഇതൊന്നും ശരിയല്ല. എന്ത് റേറ്റിംഗ് അല്ലേ അക്യുറസി വേണം. അല്ലാണ്ട് ഞങ്ങളെ നമ്പർ 1 പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എന്താ വല്ല നോബൽ പ്രൈസ് കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ മറ്റുള്ളവരുടെ കാല് വാരി തെറ്റായ മീഡിയ ഇത് കൊടുത്തിട്ട് അതിന് പ്രൊപ്പഗൻഡ കൊടുത്ത് നിങ്ങൾ നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? ബാക്കി ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അതൊന്നും ശരിയല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യമാണ്, അക്കൗണ്ടബിൾ മീഡിയയുടെ എത്തിക്സ് വേണം, അതായത് ഫോളോ ചെയ്യണം. പിന്നെ മീഡിയ റൂൾസ് ഫോളോ ചെയ്യണം. മീഡിയ ചേഞ്ച് ചെയ്യണം, അതായത് സെൻസറിങ് വേണം. പല നല്ല അനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടിങ് പാടില്ല. ആവശ്യമുള്ളത് മാത്രം. ഗവൺമെന്റിനെ കുറ്റം പറയുമ്പോഴും ഗവൺമെന്റ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ചില സമയത്ത് ഗവൺമെന്റിനെ കുറ്റം പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുക, അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു. യഥാർത്ഥം അതായിരിക്കില്ല, നേരെ തിരിച്ചാൽ മറിച്ചായിരിക്കും. അപ്പോ ഒരു സെൻസറിങ് ഇതൊക്കെ വേണം. തോന്നിയ മാതിരി റിപ്പോർട്ട് ചെയ്യാനല്ല ചാനൽസ്. അത്തരത്തിലുള്ളവർക്ക് ലൈസൻസിന് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ അത് സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കും. കാരണം ഇന്റേണൽ ക്ലാഷ്, അതേമാതിരി പലതും. ഒരു ചെറിയ മറക്കരുത്, പല തുള്ളി
പെരുവെള്ളം. നദി എങ്ങനെ ഉണ്ടാകുന്നത്? മഴ പെയ്യുന്നു, ഒരു തുള്ളി കുറച്ച് വെള്ളം, അത് വരുന്നു, അത് ചെറിയ ഒരു തോടായിട്ട് വരുന്നു, ഒരു അരുവിയായിട്ട് ചെയ്യുന്നു കാടലിൽ നിന്ന്. അത് ചെറിയ കൈവഴിയിലൂടെ ഒരു ഇതായിട്ട് വരുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അതൊരു വലിയ ഒരു നദിയായിട്ട് പരിണമിക്കുന്നു. അത് പിന്നെ ആ നദിയിൽ വേറെ നദി ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഗംഗാ നദി, യമുന, ഗംഗ, അതൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി അത് കഴിഞ്ഞ് അവസാനം ബേ ഓഫ് ബംഗാളിലോ അറബിക്കടലിലോ എവിടെ പതിക്കുന്നു. അങ്ങനെ ഐഡന്റിറ്റി ലൂസ് ചെയ്യുന്നു. പല തുള്ളി പെരുവെള്ളം. അതേമാതിരി ചെറിയൊരു ന്യൂസ് വൈൽഡ് ഫയർ ആയിട്ട് പരിണമിക്കും. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന മീഡിയ. ഏകദേശം ഞാൻ പ്രാക്ടിക്കലായിട്ട് പലതും പറഞ്ഞു, ആലോചിച്ച് പ്രവർത്തിക്കുക, ശ്രദ്ധിക്കുക. അതൊക്കെ മീഡിയ ആൻഡ് ചേഞ്ച്, റൂൾ ഓഫ് ലോ, പിന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ പാടില്ല. ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, അത് എടുത്തു കളയരുത്, അതും പാടില്ല. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനെ പറ്റി വിജിലൻസ്, എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കും. നമ്മുടേത് വളരെയധികം ചാലഞ്ചസ് നമ്മുടെ ഉണ്ട് ഇന്ത്യ മീഡിയയ്ക്ക്. എന്താ ചാലഞ്ചസ് അറിയോ? പെയ്ഡ് ന്യൂസ് ഉണ്ട് പലതും. പറയില്ല ഞാൻ എന്താന്ന്, പാടില്ല. നിങ്ങൾക്ക് കാശുണ്ടാക്കണം, ഓരോ ചാനൽ അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ അതിനെന്താ അർത്ഥം? ന്യൂസിന് അത് പാടില്ല ശരിക്ക്. ഏതെങ്കിലും ഒരു നമ്മുടെ സെൽഫിഷ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ചാനലിന് വേറെ ആരും കൂട്ടുകൂടുന്നത് ശരിയല്ല. അതിന് യഥാർത്ഥം നമുക്ക് ജനങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുണ്ട്, ഉണ്ട്. നിങ്ങൾക്ക് ഇന്നോന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്, സംസ്ഥാനങ്ങളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് യഥാർത്ഥ വസ്തുക്കൾ അറിയില്ല. ചിലപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് അറിയാൻ, ഡെമോക്രസിയാണ്, എല്ലാം അറിയാൻ ട്രാൻസ്പെറന്റ് വേ പ്രവർത്തിക്കണം. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ വേറൊന്ന്, മീഡിയ ഈസ് ബയസ്ഡ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. ചില പാർട്ടിക്ക് അനുകൂലം, ചില പാർട്ടിക്ക് പ്രതികൂലം, ബയസ്ഡ് ചിലത്. പിന്നെ കോർപ്പറേറ്റ്, അതും ഞാൻ പറയുന്നില്ല എന്താന്ന്. മുഴുവൻ എന്താ പറയണ്ടേ, കീഴടക്കി വെച്ചെടുക്കുകയാണ് ചില മീഡിയ, ചില കോർപ്പറേറ്റ്സ്. പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. ക്രെഡിബിലിറ്റി മീഡിയയുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, ബാക്കി ഞാൻ ഒന്നിനും ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഒരു കാലത്ത് when I was working in ബോംബെ, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ 62 പേജ് അന്നുണ്ടായിരുന്നു. 62 പേജ്, 72 പേജ്. ഞാനിത് സംസാരിക്കുന്നത് 1970-71 സ്ഥിതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാവരും വാങ്ങില്ല, കാരണം ടഫാണ് വായിക്കാൻ ലാംഗ്വേജ്. അന്നത്തെ കാര്യം ഞാൻ പറയാം, ഇന്നല്ല, ഇന്ന് 5 മിനിറ്റ് കൊണ്ട് വായിക്കും, കാരണം മുഴുവൻ അഡ്വർടൈസ്മെന്റ്. അന്ന് അത് വായിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് നിന്ന് വായിക്കാൻ പറ്റില്ല. വീട്ടിൽ പോയിട്ട് സാവധാനം വൈകുന്നേരത്തെ ഇരുന്ന് വായിക്കാനേ പറ്റൂ. കാരണം അതിൻ്റെ ആർട്ടിക്കിൾസ് അക്യുറസി, വളരെ നല്ല നല്ല റൈറ്റേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം എന്തിനാ അതൊക്കെ പറയണേ? മലയാളം എടുക്കൂ. മാതൃഭൂമിയിൽ MT വാസുദേവൻ നായർ എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു മാതൃഭൂമി വീക്കിലി? ഇന്നത്തെ സ്ഥിതി എന്താ? ഞാൻ ഒരു ഉദാഹരണം, മറ്റു മോശമായിട്ടല്ല ആരെങ്കിലും പറയുന്നത്, അതേ പ്രകാരമാണ് ന്യൂസ് പേപ്പറും. അപ്പൊ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വാങ്ങിയിട്ട് കയ്യിൽ കഷത്ത് വെച്ചിട്ട് ചിലവർ നിൽക്കും ലൈനില്. എവിടെ എല്ലാം ലൈൻ നിൽക്കണല്ലോ ബസ് സ്റ്റോപ്പില്. അപ്പൊ നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യ കഷത്ത് വെച്ച് വായിക്കുന്ന വെച്ചവർക്ക് നമുക്കറിയാം ഈസ് എ വെരി നോളജബിൾ പേഴ്സൺ. അങ്ങനെ നമ്മൾ പറയും ചില സമയത്ത്. നേരെ മറിച്ച് മറ്റുള്ള ചിലതൊക്കെ ഉണ്ട്, പറയുന്നില്ല, പ്രീ ജേർണലിലൊക്കെ, അതൊക്കെ സിമ്പിൾ ആയിരുന്നു ഇംഗ്ലീഷ്. ഇത് വളരെ ടഫായിരുന്നു. അതേമാതിരി സ്റ്റേറ്റ്സ്മാൻ, ഹിന്ദു, ഇന്നത്തെ ഹിന്ദു അല്ല ഞാൻ പറയുന്നത്, പണ്ടത്തെ ഞാൻ പറയുന്നത് ഹിന്ദു, കസ്തൂരി, അതേമാതിരി സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട, അതേമാതിരി ഹിന്ദുസ്ഥാൻ ടൈംസ് ടു എൻ എക്സ്റ്റെന്റ്, certain extent, അതേമാതിരിയുള്ള നല്ല നല്ല പത്രങ്ങൾ അന്നൊക്കെ വായിക്കാൻ തന്നെ കഷ്ടം. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്ന സമയത്ത് ഓപ്പൺ ഡിക്ഷണറി അപ്പുറത്ത് വേണം. ചിലത് ഹിന്ദു പ്രത്യേകിച്ച് ഹിന്ദു വായിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഡിക്ഷണറി നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അന്ന് പിന്നെ കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതായത് പിന്നെ അത്രത്തോളം നോളജ്, ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോഴത്തെ ഞാൻ കണ്ടു, ഈവൻ ഐ ആം ആൾസോ റീഡിങ് ഹിന്ദു സൺഡേ വീക്കിലി 2 മിനിറ്റ് കൊണ്ട് ആ വീക്കിലി അങ്ങനെ വായിച്ചത് അങ്ങനെ ഇവിടെ കൊണ്ടിരിക്കുക. അതിലൊന്നും വായിക്കാമല്ലോ, കുറെ ചിത്രങ്ങളുണ്ടാവും. അതെ, എവിടുത്തെ അമേരിക്കയിൽ എത്യോപ്യ, സുഡാൻ, മറ്റേ അതേമാതിരിയുള്ള രാജ്യങ്ങളിലെ കുറെ ചിത്രങ്ങളും ആളുകളുടെ ഇതുണ്ട്. ഒന്നും വായിക്കേണ്ടാവില്ല അതിൽ കംപ്ലീറ്റ്. അത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്നും വായിച്ചിട്ട് ഇത് കിട്ടും. അപ്പൊ എനിവേ ചില സമയത്ത്
ഡെമോക്രസി നമ്മുടെ വളരെ ക്രെഡിബിലിറ്റി വേണം. മീഡിയ പ്ലേസ് എ വൈറ്റൽ റോൾ, 4th പില്ലർ. അപ്പൊ ചാലഞ്ചസ് ഞാൻ പറഞ്ഞു. മീഡിയ പവേഴ്സ്, മീഡിയക്ക് നല്ല പവർ ഉണ്ട്. ഒരാളെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും മീഡിയക്ക് സാധിക്കും. തെറ്റായ തെറ്റിദ്ധാരണകളെ പരത്താനും പരത്താതിരിക്കാനും സാധിക്കും. അതേമാതിരി യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആവശ്യമാണ് മീഡിയയില്, ഇപ്പൊ അതുണ്ട്. പിന്നെ എൻഹാൻസിങ് ദി അക്കൗണ്ടബിലിറ്റി ഈസ് ആൾസോ വെരി വെരി എസെൻഷ്യൽ. അപ്പൊ ചാലഞ്ചസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. The role of media is, including social media, is getting recognized. It needs to make people information rich and participate in governance, etc. As we had discussed in the unit, media has multifaceted role to discharge. Sensitive, accountable, responsible, professional media എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഇത് നമ്മുടെ എങ്ങനെ കോർപ്പറേറ്റ് പ്രവർത്തിക്കേണ്ടത്, ഗവേണൻസ് അതെങ്ങനെ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നത്. എത്രയോ കമ്പനികളുണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട്, പ്രൈവറ്റിലുണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്, വെരി ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ഉണ്ട്. എങ്ങനെയാണ് ഗവേണൻസ് നടത്തേണ്ടതെന്ന്. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, പിന്നെ ട്രജക്ടറി പറഞ്ഞ പാത ഓഫ് ദ ഗ്രോത്ത്, ഏത് വിധത്തിലാണ് ഗ്രാഥ, ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടാണല്ലോ ഇന്ത്യ വികസിച്ചത്. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സിനോറിയോ, ചാലഞ്ചസ്, കോർപ്പറേറ്റ് ഗവേണൻസ്, അതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത the notion of corporate governance has gained more prominence in recent years through concern for the effective functioning of the corporate. നമ്മുടെ കോർപ്പറേറ്റ്സ് എല്ലാം വളരെ നല്ല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ BHEL, NTPC, മാരുതി, അതേമാതിരി അംബാനി ഗ്രൂപ്പ്, അഡാനി ഗ്രൂപ്പ്, ഇവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ വികസിച്ച് പോകുന്ന ലാദർ ഡ്യൂബ്രോ, എല്ലാ വിധത്തിലും നമ്മുടെ ഏറ്റവും വികസനത്തിൽ എത്തിയതെന്ന് അങ്ങനെയാണല്ലോ. അതേമാതിരി പിന്നെ ഗ്ലോബലൈസേഷനിലെ എന്താ പറ്റിയെന്ന് വെച്ചാൽ സ്കാൻഡൽസ്, ഇൻഫ്ലേറ്റഡ് റവന്യൂ, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ട് പല രാജ്യങ്ങളിലും. നമുക്കും ചില സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മിസ്മാനേജ്മെന്റ് കൊണ്ട് വരുന്നതാണ്. സ്ട്രോങ് ഗവേണൻസ് വേണം. അങ്ങനെ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ എന്റർപ്രൈസ് ഇസ് എസെൻഷ്യൽ. മീനിങ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, സിഗ്നിഫിക്കൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, ഡിസ്ക്ലോസർ, അതായത് ഓരോരുത്തരെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാൾ വേറെ ഏതെല്ലാം കമ്പനിയുടെ ഡയറക്ടറാണ്. കാരണം എന്താ അറിയോ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളുടെ ആ കമ്പനിയില് ഇയാള് ഡയറക്ടറാണെന്ന് അറിയണ്ടേ. അപ്പൊ അയാളുടെ ഇൻട്രസ്റ്റ് ഏതിലൊക്കെയാണ് കമ്പനികളെന്ന് അറിയണം. അങ്ങനെ ട്രാൻസ്പെറൻസി വേണം. റെസ്പോൺസിബിലിറ്റി, ബോർഡിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബോർഡ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ആർട്ടിക്കിൾസ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്. അതേമാതിരി കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ട് ഇതെല്ലാം ആരെല്ലാം ബോർഡാണ്, എങ്ങനെയാണ്, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് നിയമാവലി ഉണ്ട്. പിന്നെ US മോഡലാണ്, ജാപ്പാനീസ് മോഡലാണ്, ഇന്റർനാഷണൽ സിനോറിയോ, അതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. അത് കോർപ്പറേറ്റ് ഗവേണൻസില് ഏറ്റവും പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്, എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ഇൻവെസ്റ്റേഴ്സ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്നത്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, പിന്നെ രണ്ടാമത് എക്സിക്യൂട്ടീവ്, ആരത് കൺട്രോൾ ചെയ്യുന്നത്, അത് പ്രോഫിറ്റ് വേണമല്ലോ, ഷെയർ ഹോൾഡേഴ്സിന് കാശ് കൊടുക്കണല്ലോ. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആരൊക്കെ ആയിരിക്കണം, ചെയർമാൻ ആരാണ്, ഡയറക്ടേഴ്സ് ഒക്കെ അവരാണ് തീരുമാനിക്കണം. ആനുവൽ ജനറൽ മീറ്റിംഗ്, കാരണം അവരാണ് അതിന്റെ മുതലാളി. ഓക്കെ, സോ കോർപ്പറേറ്റ് ഗവേണൻസിൽ എൻഷുർ ട്രാൻസ്പെറൻസി വേണം, പിന്നെ ട്രസ്റ്റ് വേണം, നമ്മുടെ വിശ്വാസം, കോൺഫിഡൻസ് വേണം, പിന്നെ കസ്റ്റമറെ പ്ലീസ് ചെയ്യണം, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വേണം, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യണം, ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണം, അവർക്ക് സാമൂഹ്യ ഇതുണ്ട്, ചില കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതും വേണം. പിന്നെ ഇന്റർനാഷണൽ ഏരിയ നമുക്ക് അറിഞ്ഞിരിക്കണം, ഇത് എവിടുന്ന് വാങ്ങാം, ഇവിടുന്ന് കയറ്റി അയക്കാം, അല്ലെങ്കിൽ സാധനം എവിടുന്ന് കിട്ടുമെന്ന് അറിയേണ്ടതൊക്കെ, അല്ലെങ്കിൽ എവിടേക്കാ കയറ്റുമതി ചെയ്യുന്നതെന്ന് അറിയേണ്ടത് നമ്മുടെ സാധനങ്ങളൊക്കെ. ഇന്ത്യനിൽ എവിടെയൊക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റ് എവിടെയെന്നൊക്കെ അറിയണ്ടേ നമുക്ക്. ഓക്കെ, പിന്നെ ചാലഞ്ച് കോർപ്പറേറ്റ് ഗവേണൻസ്, an effective mechanism to ensure that the codes of ഓരോന്നിനും കോഡുണ്ട്, അത് അഡ്ഹിയർ ചെയ്യണം. എത്തിക്സ് ഉണ്ട്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് പാടില്ല. അതായത് ഒരാൾ മറ്റേ കമ്പനിയില് പാർട്ണർ ആവരുത്. ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സ്കില്ല്, പെർസ്പെക്റ്റീവ്സ്, അക്കൗണ്ടബിലിറ്റി ഒക്കെ വേണം. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, എല്ലാവരും ഷെയർ ഹോൾഡേഴ്സ് ആക്കാൻ പറ്റില്ല. വല്ല കൾപ്രിറ്റ്സ്, ഫൈനാൻഷ്യൽ ഫ്രോഡ് നടത്തിയവരെ ഷെയർ ഹോൾഡർ ആക്കരുത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വളരെ ഏബിൾ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. എഫക്റ്റീവ് ഓഡിറ്റ് കമ്മിറ്റി ഈസ് വെരി വെരി എസെൻഷ്യൽ. ഓഡിറ്റിംഗ് ഈസ് വെരി എസെൻഷ്യൽ. സത്യം കമ്പ്യൂട്ടേഴ്സ് നാമാവിശേഷമായത് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയത്
തെറ്റായ ബാലൻസ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, പ്രോഫിറ്റ് ഇല്ലാത്ത പ്രോഫിറ്റ് കാണിച്ചു, ഷെയർ ഹോൾഡേഴ്സിനെ വഞ്ചിച്ചു. അപ്പോ ഓഡിറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണം. ഓക്കെ, അടുത്ത. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസി വേണം, ഓപ്പൺനെസ് വേണം, ബോൾഡ്നെസ് വേണം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇത് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ കോർപ്പറേറ്റിലും കമ്പനി സെക്രട്ടറി ഉണ്ട്. കമ്പനി സെക്രട്ടറി ഈസ് ദ ചീഫ് ലോ ഓഫീസർ ഓഫ് എ കമ്പനി ആൻഡ് ഹി ഷുഡ് ബി അസോസിയേറ്റഡ് SCS അല്ലെങ്കിൽ FCS ആയിരിക്കും. കമ്പനി സെക്രട്ടറി ഇത് പറയുന്നത് തന്നെ ഈ കാര്യത്തൊക്കെ കമ്പനി സെക്രട്ടറി കോഴ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ആണ്. ഈ ചില കാര്യങ്ങളൊക്കെ ഇത് കമ്പനി സെക്രട്ടറി കോഴ്സിൽ വരുന്നതാണ്. കമ്പനി എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അതിന്റെ ഇത് നമ്മുടെ അജണ്ട എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മിനിറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യണം, രജിസ്റ്റർ ഓഫ് കമ്പനീസിലെ സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ എങ്ങനെ വേണം, അതേമാതിരി ഡിവിഡൻഡ് എങ്ങനെ ഇത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആനുവൽ ജനറൽ മീറ്റിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, നമ്മുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോ കമ്പനി സെക്രട്ടറി ഈസ് ഡയറക്ട്ലി റിപ്പോർട്ടിംഗ് ടു ദി ഗവർണർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഹി ഈസ് ദ മൗത്ത് പീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മനസ്സിലായോ? ഓക്കെ, പിന്നെ ഓഡിറ്റ് വേണം. ഈ ഓഡിറ്റ് പല വിധത്തിലുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, അതേമാതിരി സ്റ്റാറ്റ്യൂട്ടറി. ഇത്ര രണ്ടെണ്ണം നിങ്ങൾ അറിയാൻ മതി. അത് കൂടാണ്ടിന്റെ ഓഡിറ്റ് കേട്ടോ. രണ്ടെണ്ണം നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അപ്പോയിന്റഡ് ബൈ ദി കമ്പനി ലോ കോർപ്പറേറ്റ് തന്നെയല്ലോ, ലോ ആൻഡ് ജസ്റ്റിസ്. അത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. അവർക്ക് 1-2 കൊല്ലത്തിനായിരിക്കും കാലാവധി. ഇത് അവർ കംപ്ലീറ്റ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട സമയത്തിന്റെ വളരെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് they have to maintain the account in a transparent way, otherwise they will be in jail. സത്യം കമ്പ്യൂട്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റും ജയിലാണ്, മാനേജിംഗ് ഡയറക്ടറും ജയിലാണ്, മനസ്സിലായോ, ചെയർമാനും ജയിലാണ്. കാര്യം പ്രോപ്പറായി ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ ചീറ്റിംഗ് എന്ന് വരും കേട്ടോ. അപ്പോ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ കമ്പനി സെക്രട്ടറി കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ എൻഷുറിങ് എഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഷെയർ ഹോൾഡേഴ്സിന് ചില റൈറ്റ് ഉണ്ട്, അവർക്ക് അറിയാനുള്ള ഇതുണ്ട്. ചിലത് അവർക്ക് എന്താണ് ആവശ്യമുള്ള വെച്ചാൽ അത് നമ്മൾ സപ്ലൈ ചെയ്യണം. അവർ ഓണർഷിപ്പാണ്, പക്ഷെ അവർക്ക് ഡെയിലി ഇന്റർഫിയറൻസ് പാടില്ല. നമ്മുടെ ഡേ ടു ഡേ ഫംഗ്ഷനിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബോർഡിന്റെ ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ഡിസ്ക്ലോഷർ ഓഫ് ട്രാൻസ്പെറൻസി, അതായത് നമ്മുടെ സ്വത്തും അത് നമ്മുടെ മക്കള് അവരെന്താണ് റെസിഡൻഷ്യൽ അഡ്രസ് ഇതൊക്കെ കാണിക്കാൻ ഇതുണ്ട്, ഓരോരോ ഫോം ഉണ്ട്, അതെല്ലാം ഫിലപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മറ്റൊക്കെ പലതും മറ്റുള്ള കമ്പനികളും ഓക്കെ. സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ എഫക്റ്റീവ് ഓഡിറ്റ് കമ്മിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കൊല്ലത്തില് നമ്മുടെ എല്ലാതും ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിന് കാലാവധി ഉണ്ട്. അതായത് കമ്പനി ആക്ട് പ്രകാരം ചില ഇത്ര മാസത്തിനുള്ളിൽ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ഫെയിലിംഗ് വിച്ച് ദ കമ്പനി സെക്രട്ടറി വിൽ ബി സോൾലി റെസ്പോൺസിബിൾ ഫോർ ദ വയലേഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട്. ഓരേ അച്ഛാ. പിന്നെ മോഡൽ, ആംഗ്ലോ സാക്സൺ മോഡൽ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അമേരിക്കയിലത്തെ സംഭവമാണത്. അമേരിക്കയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന് ഒരു റൂൾ ഇത് ഫിക്സ് ചെയ്തു. അതായത് കാരണം വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മറ്റുള്ളവരെ എന്താ പറയണ്ടേ, ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരവർ തോന്നിയത് മാതിരിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെയാണത്. പിന്നെ ജപ്പാനിലും ഇതേമാതിരി. ജപ്പാനിൽ എന്താ സംഭവിച്ചത്, ബോർഡ് ഓഫ് ഡയറക്ടർ റെസ്പോൺസിബിൾ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഡെയിലി ആക്ടിവിറ്റീസ്. അതായത് ഓർഗനൈസേഷൻ എഫക്റ്റീവ് മാനേജ്മെന്റിന് വേണ്ടി റൈറ്റ് ഓഫ് ആക്ടിവിറ്റി, അവരെല്ലാ കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ കോണ്ടിനെന്റൽ മോഡൽ, അതെന്താണ് UK അവര് ഇത് എന്താണെന്ന് വെച്ചാൽ കോർപ്പറേഷൻ ബാങ്ക് ജാപ്പാനീസ് മോഡൽ വേർ ദ ബാങ്ക് ഒഫീഷ്യൽ റെപ്രസെന്റ് ദ സ്റ്റേക്ക് ഓഫ് ദ ജാപ്പാനീസ്. അങ്ങനെ ഈ ജാപ്പാനീസ് കോർപ്പറേഷനിൽ അവര് ഷെയർ ഹോൾഡർ ആയിട്ടുള്ള അങ്ങനെ ചില തെറ്റായ ധാരണകള്. അപ്പോ ഇന്റർനാഷണൽ സിനോറിയോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിൾ പോസ്റ്റാണ്. നമ്മുടെ ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറണ്ടം അസോസിയേഷനിൽ ഉണ്ട് അതിന്റെ പ്രൊവിഷൻ. അതേ പ്രകാരം നമ്മൾ ചെയ്യേണ്ടതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. ഇത്ര നോൺ ഒഫീഷ്യൽ, ഇത് നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഓരോരോ നമ്മുടെ കമ്മിറ്റിന്റെ പല കമ്മിറ്റിയും നമ്മുടെ കോർപ്പറേറ്റിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ചാലഞ്ചസും നമ്മുടെ ഇതിനുണ്ട്.
കോർപ്പറേറ്റിന്. അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ എന്താ പറഞ്ഞത്? ഡിസ്കസ് ഇൻ ദിസ് യൂണിറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ഓക്യുപ്പൈസ് എ പ്ലേസ് ഓഫ് പ്രൊമിനൻസ് ഇൻ ദ ഏരിയ ഓഫ് ഗ്ലോബലൈസേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് അത്യാവശ്യമാണ്. ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അതേമാതിരി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.